ഹായ് ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ നമ്മളെല്ലാവരും 2024 വിട പറഞ്ഞ് 2025 കയറുകയാണ്. അപ്പോൾ ഇന്ന് രാത്രിയാണ് കാര്യമായിട്ടുള്ള പരിപാടികളും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. അപ്പോൾ രാവിലെ തന്നെ കുഞ്ഞിനെ അംഗൻവാടിയിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞൻ തന്നെ അംഗൻവാടി കണ്ട് ഞെട്ടിപ്പോയി, പെയിൻ്റൊക്കെ അടിച്ച് നല്ല കുട്ടപ്പനായിട്ടുണ്ട്. അംഗൻവാടി ആകെ മാറിപ്പോയി. കുഞ്ഞൻ ടീച്ചറോട് അനങ്ങാണ്ട് നിന്നു. ഇന്ന് വലിയ മടിയും കാര്യങ്ങളും കരച്ചിലും ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ സന്തോഷത്തോടെ അവിടെ ആക്കി തിരിച്ചു പോകുമ്പോഴാണ് ഇന്ന് ഈ പഗ്ഗൂട്ടനെ കണ്ടത്. ഇത് കുഞ്ഞൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അധികം ദിവസങ്ങൾ നമ്മൾ കാണാറുണ്ട്. ഇന്ന് കുഞ്ഞനില്ലാതെയാണ് കണ്ടത്. അംഗൻവാടിയിൽ നിന്ന് വീട്ടിലേക്ക് കുറച്ച് ദൂരമുണ്ട്. അപ്പം ഞാൻ നടക്കുകയാണ്. പിന്നെ എൻ്റെ പുതിയ കൊല്ലത്തെ പുതിയ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. എല്ലാ കൊല്ലവും വിചാരിക്കും ഇതുപോലൊരു കലണ്ടർ റൂമിൽ തന്നെ തൂക്കണം, എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ പെട്ടെന്ന് നോക്കാനായിട്ട്. പക്ഷേ എല്ലാ കൊല്ലവും നടക്കാറില്ല. ഇക്കൊല്ലം ഞാനത് നടത്തി. പിന്നെ ഈ ഫോട്ടോ ഞാനും തമ്മിൽ ബന്ധമുള്ളല്ലോ, ഞാനും കുഞ്ഞനും ആണെന്ന് എനിക്ക് തോന്നിപ്പോകും. ഭയങ്കര ഇഷ്ടമായി. പിന്നെ കുഞ്ഞൻ്റെ ഡ്രസ്സൊക്കെ നോക്കിയപ്പോൾ കുറച്ച് ഞാൻ സെൻറ്റിമെൻ്റലായി ഗൈസ്. അപ്പോൾ വീണ്ടും നമ്മൾ വൈകുന്നേരം ആയപ്പോൾ കുഞ്ഞനെ കൂട്ടാനായിട്ട് പോവുകയാണ്. ഏട്ടൻ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോവുകയാണ്. അപ്പോൾ ഇനി എനിക്ക് കുഞ്ഞനെ കൂട്ടാനായിട്ട് പോകണം. ഏകദേശം 3:30 ആവാനായിട്ടുണ്ട്. അപ്പോൾ ഇത് അടുത്ത പറമ്പിലെ കൊക്കാണ്. ഒരുപാടുള്ളതുകൊണ്ട് ഞാൻ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നടന്ന് ഞാൻ അവിടെ എത്തി. കുഞ്ഞനിതാ പുതിയ ചെരുപ്പൊക്കെയാണ് ഇട്ടിട്ട് പോയത് ആശാൻ. അതൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇന്ന് അംഗൻവാടിയിൽ സത്യമായിട്ട് പറഞ്ഞാൽ പോയത്. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ അച്ഛനും മോനും കൂടെ തുടങ്ങി. കുറച്ച് പടക്കും കമ്പിത്തിരികളൊക്കെ ഉണ്ടായിരുന്നു. ഒക്കെ കത്തിക്കും പിടിക്കുകയൊക്കെ ചെയ്യാണ്. അച്ഛൻ്റെ പിറകിലെ തന്നെയായിരുന്നു. ചെറിയൊരു മലപടക്കം ഉണ്ടായിരുന്നു, ഒരു 10-20 എണ്ണം വരുന്നത്. അതച്ഛൻ കത്തിച്ചു. പക്ഷെ അത് നന്നായിട്ട് കത്തുന്നുണ്ടായിരുന്നില്ല. ഇടയ്ക്ക് ഇങ്ങനെ പാളി പോകുന്നുണ്ടായിരുന്നു. മഞ്ഞൊക്കെ വീണ്ട് കുളുത്തിട്ടാന്ന് തോന്നുന്നു. പിന്നെ കഴിഞ്ഞ പോലത്തെ സാധനങ്ങളൊക്കെ ആണോ എന്നറിയില്ല. അച്ഛൻ എന്തൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനും കുഞ്ഞനും അമ്മയും കൂടെ ദൂരെ നിന്ന് നോക്കി. അച്ഛനാണ് പൊട്ടിക്കലും പരിപാടികൾ. കമ്പിത്തിരിയൊക്കെ കുഞ്ഞനും കൂടി കത്തിച്ചു. പടക്കം പൊട്ടിക്കുമ്പോൾ ആശാന് പേടിയാണെങ്കിലും നോക്കുകയും വേണം, അതാണ് അവസ്ഥ. അപ്പോൾ ദൂരെ ഓടും, പിന്നെയും വന്ന് നോക്കും. അങ്ങനെയാണ് കുറേ നേരം നോക്കിയും കളിച്ചും നിന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷമായി. ഇങ്ങനെ അച്ഛൻ വെടികൊണ്ടിരുന്നും പിന്നെ പൊട്ടിക്കുന്നൊന്നും വിചാരിച്ചേ ഇല്ല. അത് പ്രതീക്ഷിക്കാത്തൊരു സന്തോഷമായി. പിന്നെ ഒരുപാട് പേര് നമ്മളോട് വിട പറഞ്ഞു പോയി, ബന്ധുക്കളായാലും നാട്ടിലുള്ളവരായാലും. അതൊക്കെ ഒത്തിരി സങ്കടങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് 2024-25 ഒരുപാട് നല്ല കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് വാവേനെ കിട്ടി, അതിന് ഏറ്റവും വലിയ സന്തോഷം. പിന്നെ അച്ഛൻ കേക്ക് കൊണ്ടിട്ടുണ്ടായിരുന്നു. ഞാനും വിനോദനും കുഞ്ഞും കൂടെ പുറത്ത് പോകാനായിട്ട് റെഡിയാവുകയാണ്. അപ്പോൾ അതിന് മുന്നേ ഇവിടുന്ന് മുറിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ചെറിയൊരു കറക്കം, ഒരു നൈറ്റ് ഡ്രൈവ് അത്രയേ ഉള്ളൂ. 2025 തുടങ്ങുമ്പം ഒരു നൈറ്റ് ഡ്രൈവ് അത്രയേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും കൂടെ മുറിച്ചു. പിന്നെ മുറിക്കാൻ ഇപ്രാവശ്യം ആൾക്കാരുള്ളത് കൊണ്ട് നമ്മുടെയൊക്കെ ചാൻസ് തീർന്നു. അപ്പോൾ കുഞ്ഞനാണ് കേക്ക് മുറിച്ചത്. റെഡ് വെൽവെറ്റ് ആയിരുന്നു മേടിച്ചത്. അങ്ങനെ ന്യൂ ഇയർ ആഘോഷങ്ങൾക്ക് നമ്മൾ ഇവിടുന്ന് തന്നെ തിരികൊളുത്താണ് ഗൈസ്. ഫസ്റ്റ് വെടിയൊക്കെ പൊട്ടിച്ച് ആഘോഷിച്ചു. പിന്നെ ഇത് ഇപ്പോൾ കേക്കുമായി. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ കേക്കൊക്കെ തിന്ന്. ഞാനും അമ്മയും അച്ഛനും വിനോദനും കുഞ്ഞും എല്ലാവരും കേക്കൊക്കെ തിന്ന് ആഘോഷിച്ചു. അപ്പോൾ ഒത്തിരി സന്തോഷമായി. ഓരോ കൊല്ലവും കടന്നു പോകുന്നത് ഓരോ ഓർമ്മകളായിട്ടായിരിക്കും. ചിലപ്പോൾ സന്തോഷത്തിൻ്റെ ഓർമ്മകളായിരിക്കും, ചിലപ്പോൾ സങ്കടത്തിൻ്റെ ഓർമ്മകളായിരിക്കും. അപ്പോൾ സന്തോഷവും സങ്കടമൊക്കെ നിറഞ്ഞ് ഈ കൊല്ലത്തിനോട് വിട പറയുകയാണ്. നമ്മൾ കേക്കൊക്കെ മുറിച്ച് ആഘോഷമൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ പോകണം. വിനോദേട്ടൻ എവിടെ പോകുന്നുണ്ടെങ്കിൽ വിനോദേട്ടൻ്റെ 2 ഫ്രണ്ട്സ് ഉണ്ടാവും. അപ്പോൾ അവരുടെയും കൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. അതിനൊരു സ്റ്റാൻഡിൽ എന്തൊക്കെയോ പരിപാടികളുണ്ടെന്ന് പറഞ്ഞു. അപ്പം നേരെ അവിടെ പോകാമെന്നാണ് ആദ്യം വിചാരിച്ചത്. പിന്നെ വിചാരിച്ചു ഒരു ജ്യൂസ്, നമ്മൾ സ്ഥിരം കഴിക്കുന്ന അവിൽ മിൽക്ക് കഴിക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു, അവിടെ പോകാമെന്ന്. അങ്ങനെ അവിടത്തേക്കാണ് നമ്മളിപ്പം ഇറങ്ങുന്നത്. കൃത്യം 11 മണിയായിട്ടുണ്ട് ക്ലോക്കിൽ നോക്കുമ്പോൾ. അതൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ഇറങ്ങിയത്. അങ്ങനെ അവർ വെയിറ്റ് ചെയ്യുന്നിടത്തേക്ക് എത്തി. ഇതാണ് അവർ രണ്ടുപേരും, ഷിബിയാനും ഷൈജുവാട്ടനും. അപ്പോൾ ഇവരാണ് നമ്മുടെ ലോകം ചുറ്റിക്കുന്ന ആൾക്കാർ. എവിടെ പരിപാടി ഉണ്ടെങ്കിലും ഇവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യും. നമ്മളപ്പോൾ അവരുടെ കൂടെ പോവുകയും ചെയ്യും. രാത്രിയും പകൽ അങ്ങനെ കിട്ടാറില്ല, രാത്രി തന്നെയാണ് കൂടുതലായിട്ടും പോകാറുള്ളത്. അപ്പോൾ ഈ നൈറ്റ് ഡ്രൈവിൻ്റെ വൈബ് എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു ലെവലാണ്. അപ്പോൾ ഒത്തിരി കൂട്ടുകാർ വണ്ടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു രാത്രി പോകാനായിട്ട്. കാറിലായാലും സ്കൂട്ടറിലായാലും ഒരുപാട് പേരുണ്ടായിരുന്നു. ഞാൻ വെച്ചു ലേഡീസൊന്നും ഉണ്ടാവില്ല എന്ന്. പക്ഷേ ലേഡീസൊക്കെ ഒരുപാടുണ്ട്. പെൺകുട്ടികളൊക്കെ ഇപ്പം ഭയങ്കര ധൈര്യത്തിൽ പുറത്തിറങ്ങും ആക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് കാണുമ്പോൾ ഒരുപാട് സന്തോഷം. നമ്മൾ പെൺകുട്ടികൾ എന്താ വീട്ടിലിരിക്കേണ്ടവരല്ലല്ലോ. അപ്പോൾ നമുക്കും കൂടെ അങ്ങനെ ഇറങ്ങാൻ പറ്റുന്നുണ്ട് എന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അങ്ങനെ നമ്മൾ നേരെ വന്നത് ഒരു ചിറേൻ്റെ അടുത്തായിരുന്നു. നടുക്ക് റോഡ്, അപ്പുറം ഇപ്പുറം പുഴയായിട്ടുള്ള ഒരു നല്ല അടിപൊളി വൈബിലെ സ്ഥലം. ഇരുട്ടായതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. 2 സൈഡിലും ഇതേ ലൈറ്റ് കാണുന്ന 2 സൈഡും പുഴയാണ് കേട്ടോ. ആ നടുക്കേ കൂടി ഒരു കുഞ്ഞി റോഡും. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. കുറേ കുട്ടികൾ അവിടെ വെടിപൊട്ടിക്കായിരുന്നു, പെൺകുട്ടികളും ഉണ്ടായിരുന്നു.
അപ്പോൾ വെടിപൊട്ടിച്ച് കളിക്കായിരുന്നു. നമ്മൾ ഇവിടെ കുറച്ച് നേരം ഇരുന്നു, നല്ല കാറ്റുണ്ടായിരുന്നു, നല്ല രസമായിരുന്നു കാണാനായിട്ട്. അങ്ങനെ കുറച്ച് സമയം അവിടെ തന്നെ ഇരുന്ന് സ്പെൻഡ് ചെയ്തു. പിന്നെ ഐസ്ക്രീം മേടിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ എല്ലാവരും കുഞ്ഞനായിരുന്നു കാര്യമായിട്ടൊന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു, അത് അവന് കൊടുത്തു. അതിനൊക്കെ വേണ്ടി നമ്മൾ കുറച്ച് സമയം അവിടെ ചിലവഴിച്ചു. അതിനുശേഷം പിന്നെ വെടിപൊട്ടിക്കുന്നത് ഭയങ്കര ഭീകരാവസ്ഥയായിരുന്നു. കാറ്റായിട്ട് പ്രത്യേകിച്ച് കത്തുന്നൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ കുറേ നേരം അവരെ കളിയാക്കും പിടിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടെ നിന്നും വിട്ടു. അങ്ങനെ നെക്സ്റ്റ് നമ്മൾ എത്തിയത് പൈനൂർ സ്റ്റാൻഡിലേക്കായിരുന്നു. പൈനൂർ സ്റ്റാൻഡിലേക്ക് അയച്ചാൽ നല്ല രസമായിരുന്നു. ഫുള്ള് സ്ത്രീകൾ മാത്രമായിട്ടുള്ള ഒരു പരിപാടി. അവർ പാട്ടൊക്കെ വെച്ച് ഡാൻസ് കളിക്കും ആക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. ഇതും കൂടെ കഴിഞ്ഞപ്പോൾ രാത്രി 12 മണിയായിട്ടാണ്. അപ്പോൾ ന്യൂ ഇയർ നമ്മൾ ആഘോഷിച്ചത് ഒരു തട്ടുകടയിലാണ്. ബ്രെഡും ഓംലേറ്റ് ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മളെല്ലാവരും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ന്യൂ ഇയർ ആഘോഷം ഇത്രയേ ഉള്ളൂ. കണ്ടിഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ.